നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൂപ്പാറയിൽ അന്യസംസ്ഥാനക്കാരിയായ 14 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികൾക്ക് 90 വർഷം കഠിന തടവ്. ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി കഠിന തടവിന് വിധിച്ചത് പൂപ്പാറ സ്വദേശികളായ സുഗന്ധ്, ശിവകുമാർ, സാമുവൽ എന്നിവർക്ക്. പ്രായപൂർത്തിയാകാത്ത 2 പേരുടെ കേസ് തൊടുപുഴ കോടതിയുടെ പരിഗണനയിൽ. ഇടുക്കി ലോക്സഭാ സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം തള്ളി CPM. സീറ്റ് വിഭജനത്തിൽ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളാണെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ്. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റിന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ അഭിപ്രായമായി അവിടെ നിൽക്കട്ടെ എന്നും ജില്ലാ സെക്രട്ടറി. രാഷ്ട്രീയ നാടകങ്ങൾ തുടർക്കഥയായ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ LDFന് ഭരണനഷ്ടം. LDFന് പഞ്ചായത്തിൽ ഭരണം നഷ്ടമായത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെ. കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും മൂന്നാർ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് LDF. വർഗീയ ഫാസിസത്തിനും കേന്ദ്രീയ അവഗണനയ്ക്കുമെതിരെ AIYFന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ആരംഭിച്ച ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് സംസ്ഥാന പ്രസിഡന്റ് N അരുൺ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ മരണം എങ്ങനെയായിരുന്നു, ആരാളായിരുന്നു എന്ന കാര്യം ബോധപൂർവം മറച്ചുവെക്കാനാണ് ഇന്ന് രാജ്യത്തിന്റെ ഭരണകൂടം ശ്രമിക്കുന്നതെന്നും തീവ്രവാദവും വിദ്വേഷവും പരത്തുന്ന ആളുകളെ അകറ്റി നിർത്താൻ കേരളത്തിലെ യുവ സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ടെന്നും N അരുൺ. വിശദമായ വാർത്തകൾ. പൂപ്പാറയിൽ അന്യസംസ്ഥാനക്കാരിയായ 14 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികൾക്ക് 90 വർഷം കഠിന തടവ്. പൂപ്പാറ സ്വദേശികളായ സുഗന്ധ്, ശിവകുമാർ, സാമുവൽ എന്നിവർക്കാണ് ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി കഠിന തടവ് വിധിച്ചത്. കേസിലെ 6 പ്രതികളിൽ ഒരാളെ വെറുതെ വിട്ടു. പ്രായപൂർത്തിയാകാത്ത 2 പേരുടെ കേസ് തൊടുപുഴ കോടതിയുടെ പരിഗണനയിലാണ്. 2022 മെയ്യിലാണ് സംഭവം. പൂപ്പാറയിൽ സുഹൃത്തുമൊത്ത് തേയിലത്തോട്ടത്തിലെത്തിയ പെൺകുട്ടിയെ പൂപ്പാറ സ്വദേശികളായ പ്രതികൾ പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്നയാളെ ക്രൂരമായി മർദ്ദിച്ച ശേഷമായിരുന്നു പീഡനം. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 2 പേർ ഉൾപ്പെടെ 6 പ്രതികളാണ് ഉണ്ടായിരുന്നത്. കൃത്യത്തിന് സഹായം ചെയ്ത 4ാം പ്രതിയെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കോടതി വെറുതെ വിട്ടു. കേസിലെ പ്രതികളായ സുഗന്ധ്, ശിവകുമാർ, സാമുവൽ എന്നിവർക്കാണ് ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് PA സിറാജുദ്ദീൻ 90 വർഷം തടവ് വിധിച്ചത്. ഇവർ 40,000 രൂപ വീതം പിഴയടയ്ക്കണം. ഈ തുക പെൺകുട്ടിക്ക് കൈമാറാനും കോടതി വിധിച്ചു. പിഴത്തുക അടച്ചില്ലെങ്കിൽ 8 മാസം കൂടി ശിക്ഷ അനുഭവിക്കണം. ഇന്ത്യൻ പീനൽ കോഡിലെയും പോക്സോ ആക്ടിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം ടോട്ടൽ 90 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 1, 2, 3 പ്രതികൾക്ക്. പിന്നെ കൂടാതെ 40,000 രൂപ ഫൈൻ എമൗണ്ടും. ഫൈൻ അടച്ചില്ലെന്നുണ്ടെങ്കിൽ 8 മാസം കൂടെ കഠിന തടവ് അനുഭവിക്കണം. ഫൈൻ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് വിക്ടിമിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത്. പ്രായപൂർത്തിയാകാത്ത 2 പേരുടെ കേസ് തൊടുപുഴ ജുവനൈൽ കോടതിയുടെ പരിഗണനയിലാണ്. സംഭവ ദിവസം ഉത്തരേന്ത്യൻ തൊഴിലാളിയായ പെൺകുട്ടിയുടെ സുഹൃത്ത് മഹേഷ് കുമാർ യാദവ് കുട്ടിയെ രാജകുമാരിയിലെ റൂമിലെത്തിച്ച് പീഡിപ്പിച്ചിരുന്നു. തുടർന്ന് ഇയാളുടെ സുഹൃത്തായ ഖേം സിംഗിനൊപ്പം താമസ സ്ഥലത്തേക്ക് പറഞ്ഞുവിടുകയായിരുന്നു. എന്നാൽ ഇയാൾ കുട്ടിയുമായി പൂപ്പാറയിൽ എത്തി മദ്യം നൽകിയ ശേഷം പെൺകുട്ടിയെ ഉപദ്രവിച്ചു. ഈ സമയത്താണ് പൂപ്പാറ സ്വദേശികൾ യുവാവിനെ ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. മഹേഷിനും ഖേം സിംഗിനുമെതിരെയും നിലവിലുള്ള കേസും ദേവികുളം കോടതിയുടെ പരിഗണനയിലാണ്. ഇടുക്കി ലോക്സഭാ സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം തള്ളി CPM. സീറ്റ് വിഭജനത്തിൽ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളാണെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റിന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ അഭിപ്രായമായി അവിടെ നിൽക്കട്ടെ എന്നും CV വർഗീസ് വ്യക്തമാക്കി. നഷ്ടമായ ഇടുക്കി സീറ്റ് തിരിച്ചു പിടിക്കുകയെന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നാണ് CV വർഗീസിന്റെ പ്രതികരണം. കേരള കോൺഗ്രസ് എം ഇടുക്കി പാർലമെന്റ് സീറ്റ് ആവശ്യപ്പെടുമെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത്തവണ ഇടുക്കി മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം നേരത്തെ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. ജോയ്സ് ജോർജ് തന്നെയാകും ഇടതു സ്ഥാനാർത്ഥിയെന്ന സൂചനകൾ CPM കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് എം ഇടുക്കി സീറ്റെന്ന ആവശ്യം ഉന്നയിച്ചു രംഗത്തെത്തിയത്. സീറ്റ് വിഭജനത്തിൽ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളാണെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഒന്നും ഇവിടെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായ യാതൊരു കാര്യമില്ല. കാരണം പാർലമെന്റ് സീറ്റ് മുന്നണി സംവിധാനമൊക്കെ ചർച്ച ചെയ്ത് ദേശീയ സംസ്ഥാന നേതൃത്വം എടുക്കേണ്ട നിലപാടാണ്. ആ നിലപാട് വരുമ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തിക്കുക എന്നുള്ളത് അപ്പുറമായി ജില്ലാ പാർട്ടിക്ക് ഇത്തരം കാര്യത്തിൽ ഒരു അഭിപ്രായങ്ങൾ പറയേണ്ടുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകടിപ്പിച്ച അദ്ദേഹത്തിന്റെ അഭിപ്രായം വാങ്ങിക്കട്ടെ.
ഇത് സംബന്ധിച്ച് CPM ജില്ലാ കമ്മിറ്റിക്ക് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായം പറയേണ്ടതായി യാതൊരു കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി ഇന്നയാൾ സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിച്ചു പ്രവർത്തിക്കുന്നില്ല. പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ്. നിർദ്ദേശം നൽകുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ്. അതൊക്കെ ആ ഘട്ടമാകുമ്പോൾ പറയും ഇന്നയാളാണ് സ്ഥാനാർത്ഥി എന്ന് കണ്ടെത്തിയാൽ ആരായാലും അതിനനുസരിച്ച് പ്രവർത്തിക്കുക. A ആകാം, B ആവാം, ആരായാലും ആവാം. അതിന് മുൻകൂട്ടി ഇന്നയാളെന്നുള്ള രൂപത്തിലുള്ള യാതൊരുവിധമായ തയ്യാറെടുപ്പും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാർട്ടി കേന്ദ്ര സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനെ സംബന്ധിച്ചൊന്നും ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ആരാവാം എന്നുള്ളത് സംബന്ധിച്ചില്ല. ഒരു ലക്ഷ്യമുള്ളൂ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സീറ്റ് തിരിച്ചു പിടിക്കണം. CPM-ന്റെ സിറ്റിംഗ് സീറ്റിൽ ജോയിസ് ജോർജിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു, നല്ല ഭൂരിപക്ഷം ജയിച്ചു. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ 2014 ലോക്സഭാ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം CPM-നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യമുള്ള പൊതുവായ അഭിപ്രായത്തിൽ വന്നിരിക്കുന്നത് അതിന് അനുകൂലമായൊരു സാഹചര്യം രൂപപ്പെടുത്തി വരുമ്പോൾ അതിന് അനുയോജ്യമായ സ്ഥാനാർത്ഥി ആരാവാം ആ ആളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തും. കേരള കോൺഗ്രസും ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ CPM ഒരു സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടു നൽകിയിരുന്നു. ജോയിസ് ജോർജ് വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ പുറത്തുവരുമ്പോൾ ഇടതുപക്ഷത്തെ മറ്റ് ഘടകകക്ഷികൾക്ക് എതിർ അഭിപ്രായങ്ങളുമില്ല. രാഷ്ട്രീയ നാടകങ്ങൾ തുടർക്കഥയായ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ LDF-ന് ഭരണനഷ്ടം. പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് LDF-ന് പഞ്ചായത്തിൽ ഭരണം നഷ്ടമായത്. LDF-ന്റെ ജ്യോതി സതീഷ് കുമാർ ആയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും മൂന്നാർ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് LDF ആയിരുന്നു. 2020 ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 21 അംഗ ഭരണസമിതിയിൽ 11 അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലെത്തിയത്. എന്നാൽ 2 അംഗങ്ങൾ കൂറുമാറി ഇടതുപാളയത്തിലേക്ക് പോയതോടെ കോൺഗ്രസിന് ഭരണം നഷ്ടമായി. കൂറുമാറിയവർക്ക് LDF ഭരണത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചു. പിന്നീട് 2 LDF അംഗങ്ങൾ കൂറുമാറി കോൺഗ്രസിലെത്തി. ഇതിനെ തുടർന്ന് ഭൂരിപക്ഷം ലഭിച്ച കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെ LDF ഭരണം തുടരുകയായിരുന്നു. എന്നാൽ പിന്നീട് വൈസ് പ്രസിഡന്റിനെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയും കോൺഗ്രസ് അംഗത്തെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് മുമ്പ് കൂറുമാറിയ 2 LDF അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരുന്നു. പ്രസിഡന്റിനെതിരെ അവിശ്വാസം നൽകി 6 മാസം പൂർത്തിയായ സാഹചര്യത്തിലാണ് കോൺഗ്രസ് വീണ്ടും അവിശ്വാസ പ്രമേയത്തിനായി നോട്ടീസ് നൽകിയത്. പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് LDF-ന് പഞ്ചായത്തിൽ ഭരണം നഷ്ടമായത്. அதனுடைய அடிസ്ഥാനத்தில் மூணார் பஞ்சாயத்தில் வைத்து நம்பிக்கையில்லா வாக்கெடுப்புகளும் அபிப்பிராயம் கேட்டது கூட்டம் கூடப்பட்டது. வாக்கெடுப்புகள் நடந்தது. வாக்கெடுப்பில் LDF-இன் சார்பாக எல்லா நிலையிலும் அமோகமான வெற்றி UDF கிடைத்திருக்கின்றது. அதைத் தொடர்ந்து இப்போ நிலவில் இருக்கக்கூடிய பஞ்சாயத்தினுடைய தலைவருடைய பதவி நீக்கப்பட்டிருக்கின்றது, பறிமுகப்பட்டிருக்கின்றது. அதைத் தொடர்ந்து அதுவரை அடுத்த பஞ்சாயத்து தலைவரை தேர்ந்தெடுக்கும் வரை தற்காலத்திற்கு அதனுடைய சார்ஜாக ശ്രീമാൻ ബാലചന്ദ്രൻ മുൻ വൈസ് പ്രസിഡന്റ് അവർക്ക് ഒപ്പடைக்கப்பட்டிருக்கிறது. കോൺഗ്രസിലെ 11 അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. LDF-ലെ 8 അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ എതിർത്തു. അവിശ്വാസ പ്രമേയം പാസ്സായതോടെ 15 ദിവസത്തിന് ശേഷം പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. ഗാന്ധിജിയുടെ മരണം എങ്ങനെയായിരുന്നു, ആരാലായിരുന്നു എന്ന കാര്യം ബോധപൂർവ്വം മറച്ചുവെക്കാനാണ് ഇന്ന് രാജ്യത്തിന്റെ ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ. വർഗീയ ഫാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ AIYF-ന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ആരംഭിച്ച ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദവും വിദ്വേഷവും പരത്തുന്ന ആളുകളെ അകറ്റി നിർത്താൻ കേരളത്തിലെ യുവ സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ടെന്നും N. അരുൺ പറഞ്ഞു. 2 ദിവസങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ മരണം എങ്ങനെയായിരുന്നു, ആരാൽ ആയിരുന്നു എന്ന കാര്യം ബോധപൂർവം മറച്ചുവെക്കാനാണ് ഇന്ന് രാജ്യത്തെ ഭരണകൂടം ശ്രമിക്കുന്നത്. തീവ്രവാദവും വിദ്വേഷവും പരത്തുന്ന ആളുകളെ അകറ്റി നിർത്താൻ കേരളത്തിലെ യുവ സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ടെന്നും N. അരുൺ പറഞ്ഞു. ഗാന്ധിജിയുടെ മരണം അതെന്തിനു വേണ്ടിയായിരുന്നു, ആരാലായിരുന്നു എന്ന യാഥാർത്ഥ്യം ബോധപൂർവം രാജ്യം ഭരിക്കുന്നവർ തന്നെ മറച്ചു പിടിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നു വരുന്നു. അത് ഗുജറാത്തിലെ മ്യൂസിയത്തിൽ നിന്നാണെങ്കിലും ഡൽഹിയിലെ ഗാന്ധിജിയുടെ മ്യൂസിയത്തിൽ നിന്നാണെങ്കിലും നമ്മുടെ കേരളത്തിലെ ചില വർത്തമാന പത്രങ്ങളിലൂടെയാണെങ്കിലും എല്ലാം ഗാന്ധിജി മരണപ്പെട്ടു എന്ന രീതിയിലേക്ക് അത് മാറ്റി തീർക്കാൻ ഉള്ള ശ്രമം നടക്കുമ്പോൾ
ഗാന്ധിജി മരണപ്പെട്ടതല്ല, വധിക്കപ്പെട്ടതാണ് എന്ന് ഉറച്ചു പറയുവാനും അത് RSS ആണ്, ഹിന്ദു മഹാസഭയാണ് എന്ന് ഉറക്കെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുവാനും ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനം എന്ന അർത്ഥത്തിലാണ് നമ്മുടെ നാടിന്റെ സെക്യുലറിസത്തെ സംരക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നണി പടയാളികളായി യുവതയെ അണിനിരത്തുവാൻ AIYF തീരുമാനിച്ചിട്ടുള്ളത്. CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നൈറ്റ് മാർച്ച്, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ നടന്നു. ബുധനാഴ്ച രാവിലെ 10 നടക്കുന്ന സമാപന സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ബുധനാഴ്ച വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കുടുംബത്തെ സന്ദർശിക്കും. ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയുടെ കുടുംബത്തിന് CPM പ്രഖ്യാപിച്ച ധനസഹായം കൈമാറും. ഇതിനുശേഷം പ്രകടനവും പൊതുസമ്മേളനവും നടക്കുമെന്ന് CPM പീരുമേട് ഏരിയ സെക്രട്ടറി S. സാബു വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു. ചുരക്കുളം എസ്റ്റേറ്റിലെ പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുട്ടിയുടെ കുടുംബത്തെ സഹായിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് നാളെ 4 മണിക്ക് പങ്കെടുക്കുന്ന പൊതുയോഗം. ആ പൊതുയോഗത്തിൽ വെച്ചാണ് കുട്ടിയുടെ കുടുംബത്തെ സഹായിക്കാനായിട്ട് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. കക്കിക്കവലയിൽ നിന്ന് പ്രകടനം തുടങ്ങി സ്റ്റാൻഡിലെത്തി പൊതുയോഗം സംഘടിപ്പിച്ചുകൊണ്ടാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 10,000 ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് പ്രകടനം പൊതുയോഗം നടത്തപ്പെടുന്നത്. UDFന്റെ അഖിലേന്ത്യാ നേതാക്കൾ വരെ പങ്കെടുത്തുകൊണ്ട് CPM ആണ് ഇതിന് പിന്നിലെന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടാണ് അവർ ഈ കുട്ടിയുടെ കൊലപാതകത്തെ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ CPMന് ആ പ്രതിയെ സംരക്ഷിക്കാനോ പ്രതിയുടെ വീട്ടുകാരെ സഹായിക്കാനോ യാതൊരുവിധ ഇടപെടലും ഇന്നുവരെ നടത്തിയിട്ടില്ല. അത് മാത്രമല്ല, ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ എല്ലാ കാര്യങ്ങളും ആലോചിക്കുകയും ചെയ്യുന്നതും CPMുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. മുഖ്യമന്ത്രിയെ കണ്ടത്, പബ്ലിക് പ്രോസിക്യൂട്ടറെ കണ്ടത്, ഇന്ന് മുഖ്യമന്ത്രിയുടെ കത്ത് വന്നിട്ടുണ്ട്. കുട്ടിയുടെ കുടുംബം പറയുന്ന പ്രോസിക്യൂട്ടറെ വെച്ചുകൊടുക്കാൻ ഹൈക്കോടതിയിൽ വെച്ചുകൊടുക്കാനാണ് കത്ത് വന്നിട്ടുള്ളത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും CPM ആണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാജ ദുഷ്പ്രചരണങ്ങൾ ഞങ്ങൾ തള്ളിക്കളയുന്നു. ഈ പ്രകടനവും പൊതുയോഗവും ആ കുട്ടിയുടെ ഇനിയുള്ള ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ കുടുംബത്തിന് എല്ലാ സഹായവും CPM ചെയ്തു കൊടുക്കും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ആചരിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഓർമ്മദിന സന്ദേശം നൽകി. ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് മഹാത്മാഗാന്ധിയുടെ 76ാം രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചത്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി സന്ദേശം നൽകി. രാഷ്ട്രീയ പ്രക്ഷോഭകാരി എന്ന നിലയിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളിലും മനുഷ്യനെ സംസ്കാര സമ്പന്നനായി വളർത്തിയതിൽ, പുതിയ സംസ്കാരബോധം ലോകത്തിന് നൽകിയതിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് മറ്റാരേക്കാളും മുമ്പിലാണ്. അദ്ദേഹം വിഭാവനം ചെയ്തിരുന്ന സ്വതന്ത്ര ഇന്ത്യ എല്ലാവർക്കും തുല്യനീതി ലഭ്യമാകുന്ന രാമരാജ്യമായിരുന്നു. ഇന്ത്യയെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ച ആളുകളാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. വളരെ ആസൂത്രിതമായ നടത്തിയ കൊലപാതകമാണ്. 4ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹത്തെ വധിക്കുന്നതിന്. 3 ശ്രമങ്ങളും പരാജയപ്പെട്ടു. അതിനെല്ലാമുള്ള നേതൃത്വം കൊടുത്തത് ഹിന്ദു വർഗീയവാദികളാണ്, സർവർക്കറാണ്. പക്ഷെ അവർ വിചാരിച്ചു ഗാന്ധി വധിക്കപ്പെടുന്നതോടുകൂടി ഗാന്ധി അപ്രസക്തമാകും എന്നാണ്. ഗാന്ധിയുടെ ജീവിതം തന്നെ അത്ഭുതമായിരുന്നപ്പോൾ തന്നെ ഗാന്ധിയുടെ മരണവും ഒരു അത്ഭുതമായിരുന്നു. മരണം കൊണ്ട് തന്നെ അമരത്വം പ്രാപിച്ച ആളാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയാണ് ലോകത്തിന് പുതിയ തത്വചിന്ത, എതിരാളികളോട് സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും അവരെ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന് പറയുന്ന തത്വചിന്ത ലോകത്തിന് നൽകി ഗാന്ധിസം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം സംഭാവന ചെയ്തത്. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ ജോയി വെട്ടിക്കുഴി, തോമസ് രാജൻ, KJ ബെന്നി, ജോയി ആനിത്തോട്ടം, രാജൻ കാരാച്ചിറ, ബീന ടോമി, ഷൈനി സണ്ണി, KS സജീവ് എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 76ാമത് രക്തസാക്ഷി ദിനാചരണവും അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസ് ഇടക്കാട്ടിന്റെ ഛായാചിത്ര അനാച്ഛാദനവും വള്ളക്കടവിൽ നടന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടന്നു.
തുടർന്ന് ജോസ് ഇടക്കാട്ടിന്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു. പരിപാടിയിൽ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുഴുവൻമാക്കൽ അധ്യക്ഷനായിരുന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ്, PA അബ്ദുൾ റഷീദ്, R ഗണേശൻ, ഷാജി കുരിശുമൂട്, ഷാജി പൈനാടത്ത്, INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PR അയ്യപ്പൻ, പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദീഖ്, ജില്ലാ സെക്രട്ടറി VG ദിലീപ്, മറ്റ് നേതാക്കളായ M ഉദയസൂര്യൻ, ബാബു ആന്റപ്പൻ, ഷാൻ അരുവിപ്ലാക്കൽ, ഉമ്മർ TH, അബ്ദുൾ സമദ് തുടങ്ങിയവർ സംസാരിച്ചു. PMAY തുക വിനിയോഗിക്കാത്ത ഗുണഭോക്താക്കളുടെ ഫണ്ട് തിരികെ പിടിക്കുവാൻ കട്ടപ്പന നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. ആദ്യഘട്ടമായി നഗരസഭാ അംഗങ്ങൾ വഴി ഇവർക്ക് മുന്നറിയിപ്പ് നൽകും. എന്നിട്ടും നിർമ്മാണം നടത്താത്ത ഉപഭോക്താക്കളുടെ ഫണ്ട് തിരികെ പിടിക്കാനാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ തീരുമാനം. 14 പേരാണ് ഒന്നാം ഘട്ട ഫണ്ട് വാങ്ങിയിട്ട് ഭവന നിർമ്മാണം തുടങ്ങാത്തത്. 4 പേർ ഒന്നാം ഘട്ട ഫണ്ട് വാങ്ങി തറ മാത്രം നിർമ്മിച്ചു. മൂന്നാം ഗഡു ഫണ്ട് കൈപ്പറ്റിയിട്ടും 9 പേർ മേൽക്കൂര നിർമ്മിച്ചിട്ടില്ല. 60 പേർ ഫണ്ട് മുഴുവൻ വാങ്ങിയിട്ടും ഭവന നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. ഇവരുടെ ഫണ്ട് തിരികെ പിടിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കൾ നഗരസഭയിലെത്തുമ്പോൾ ബന്ധപ്പെട്ട ഫയൽ കാണാനില്ലെന്ന മറുപടി ലഭിക്കാറുണ്ടെന്നും ഇത്തരം ന്യായം പറഞ്ഞ പദ്ധതി വൈകിക്കരുതെന്നും നഗരസഭാ അംഗം ജോയി വെട്ടിക്കുഴി കൗൺസിലിൽ ആവശ്യമുന്നയിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഫെസ്റ്റ് നടത്തുവാൻ കൗൺസിൽ തീരുമാനിച്ചു. നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ഡയറിപ്പടി, വിരിപ്പിൽപ്പടി വാർഡിലെ റോഡിന്റെ സൈഡ് കെട്ട് അതേ റോഡിന്റെ മറുഭാഗത്ത് ചെയ്യാനായി കൗൺസിൽ യോഗം തീരുമാനമെടുത്തു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ അമിത പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതായും ഇതിന് നിയന്ത്രണം വേണമെന്നും ആവശ്യം ഉയർന്നു. ഫീസും സമയവും വ്യക്തമാക്കുന്ന ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനമായി. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കടമുറികളുടെ വാടക 5% വർദ്ധിപ്പിക്കണമെന്ന അജണ്ടയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നു. എന്നാൽ ഓഡിറ്റ് സമയത്ത് നഗരസഭ കാരണം ബോധിപ്പിക്കേണ്ടി വരുമെന്നതിനാൽ 5% വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. മാർക്കറ്റ് പരിസരത്തെ റോഡ് നവീകരണത്തിന് MP ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിക്കാൻ ആവശ്യമായ നടപടികളെടുക്കുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. ബഹുമാനായ ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസിന്റെ ഫണ്ട് ഉപയോഗിച്ച് കട്ടപ്പന ഫിസ്റ്റാളിലെ റോഡ് ടാർ ചെയ്യുന്നതിന് 20 ലക്ഷം രൂപ MP അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളയാങ്കുടിയിൽ ഗ്രാമസേവാ കേന്ദ്രം നൽകുന്നതിന് വേണ്ടി ബഹുമാനായ MPയുടെ നിന്നും 5 ലക്ഷം രൂപയും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് കൗൺസിൽ യോഗത്തിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കാര്യം. കട്ടപ്പന ഫെസ്റ്റ് കഴിഞ്ഞ കുറേ കാലങ്ങളായി മുനിസിപ്പാലിറ്റി നടത്തുന്നില്ലായിരുന്നു. ഇത്തവണ മുനിസിപ്പാലിറ്റി നേരിട്ട് കട്ടപ്പന ഫെസ്റ്റ് നടത്തുന്നതിനുള്ള ആലോചനയിലാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫെസ്റ്റിന് ശേഷം ഉള്ള ഒരു തീയതി നിശ്ചയിച്ച് കട്ടപ്പന ഫെസ്റ്റ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾക്ക് ഉള്ള അംഗീകാരം ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം കട്ടപ്പനയുടെ പാർക്കിങ്ങിന് ലേലം ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങളിൽ വിവിധ നിരക്കുകൾ ഈടാക്കുന്നുവെന്ന വ്യാപകമായ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാർക്കിംഗ് നിരക്കുകൾ ഏകീകരിച്ച് അടുത്ത സാമ്പത്തിക വർഷം മുതൽ പാർക്കിംഗ് നിരക്കുകൾ ഏകീകരിച്ച ബോർഡ് സ്ഥാപിക്കുന്നതിന് കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം ഏറെ വിവാദമായ നമ്മുടെ ലേലം കൂട്ടിക്കൊടുത്തതുമായി സംബന്ധിച്ച് ഏറെ വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം മുഴുവൻ ഇനങ്ങളും ലേലം ചെയ്തു കൊടുക്കുന്നതിനുള്ള തീരുമാനമാണ് ഇന്നത്തെ കൗൺസിലിൽ എടുത്തിരിക്കുന്നത്. വാഴവര സ്കൂളിൽ കസേര വാങ്ങി നൽകുന്നതിന് ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആരും ടെൻഡർ നൽകാത്തതിനാൽ റീടെൻഡർ ചെയ്യാൻ തീരുമാനമായി. ആനപ്പടി കുടിവെള്ള പദ്ധതി നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തും. നഗരസഭാ മൈതാനം കൺവെൻഷന് വേണ്ടി സ്വകാര്യ വ്യക്തി ചോദിച്ചിരുന്നെങ്കിലും അന്നേ ദിവസം മൈക്ക് ഉപയോഗം നഗരസഭാ കാര്യാലയത്തിന് അലോസരമുണ്ടാക്കുമോ എന്ന കാര്യം പരിശോധിക്കുന്നതിനാൽ അപേക്ഷ പിന്നീട് പരിഗണിക്കാനും തീരുമാനമെടുത്തു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളെ കോർത്തിണക്കി നടത്തുന്ന സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായ ട്രാവൽ ആൻഡ് ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി. ഉപ്പതറ പാഞ്ചാലിമല വ്യൂ പോയിന്റാണ് സഞ്ചാരികൾക്കായി തുറന്നു നൽകിയത്. പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് നിർവഹിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തുകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് വിനോദസഞ്ചാരി എന്ന പേരിൽ ഇടുക്കി ട്രാവൽ ആൻഡ് ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിലെ അറിയപ്പെടാതെ കിടക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സഞ്ചാരികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് പദ്ധതിക്കുള്ളത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ മത്തായിപ്പാറ പാഞ്ചാലിമലയിലാണ് ടൂറിസം ഫെസ്റ്റിന് തുടക്കമായത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലുള്ള ഓരോ പഞ്ചായത്തിലും ഇതിനു വേണ്ടി ഇറക്കി പുറപ്പെടുമ്പോൾ ഉപ്പുതറ പഞ്ചായത്തില് നമ്മൾ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ മാത്രം കാണുമ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ടീമിന് ഒരു ദിവസമല്ല 2 ദിവസങ്ങളോളം ഇവിടെ തന്നെ തങ്ങിക്കൊണ്ട് കാണുവാനും എൻജോയ് ചെയ്യുവാനും
പറ്റുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ മാത്രമായിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 പഞ്ചായത്തുകളിലും എത്രയോ ഡെസ്റ്റിനേഷനുകളാണ് നമ്മൾ ഇതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനിരിക്കുന്നത്. നമ്മുടെ ടൂറിസം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള, പഞ്ചായത്തിന് തനത് വരുമാനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള, ഇടുക്കി ജില്ലയ്ക്ക് മൊത്തത്തില് ഒരു ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ടൂറിസത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പാഞ്ചാലിമലയിൽ ബഹുമാനപ്പെട്ട ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടൂറിസം രംഗത്തെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നാടിന്റെ വികസനവും പരിപാടിയുടെ ലക്ഷ്യമാണ്. പരിപാടി വഴി ഇടുക്കിയുടെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനും സാധിക്കും. അതിനുള്ള പ്രാഥമിക ഒരുക്കമാണ് നടന്നത്. കാഞ്ചിയാർ JPM കോളേജിലെ ട്രാവൽ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ ആദ്യ സഞ്ചാരികളായിരുന്നു. മത്തായിപ്പാറയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ബിനു, ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തേക്കൊമ്പേൽ, സജിമോൻ ടൈറ്റസ്, JPM കോളേജ് ട്രാവൽ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് HOD സനൂപ് കുമാർ, ആകാശവാണി ദേവികുളം പ്രോഗ്രാം മേധാവി MP മനേഷ്, JPM കോളേജ് അധ്യാപകർ, പഞ്ചായത്ത് വാർത്താ അധികൃതർ, വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പീരുമേട്ടിലെ വന്യമൃഗശല്യത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ജനവാസ മേഖലകളിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രദേശവാസികളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു ചേർത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പീരുമേട് പ്ലാക്കത്തട മേഖലയിൽ 10 കിലോമീറ്റർ ദൂരം തൂക്കുവേലി സ്ഥാപിക്കാൻ 1,14 ലക്ഷം രൂപ നബാർഡ് അനുവദിച്ചതായി കോട്ടയം DFO S രാജേഷ് IFS അറിയിച്ചു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് DFO തീരുമാനം അറിയിച്ചത്. കൂടാതെ മതമ്പ കണയങ്കവയൽ മേഖലയിൽ 16 കിലോമീറ്റർ ദൂരം വേലി നിർമ്മിക്കാൻ നബാർഡ് തുക വകയിരുത്തിയിട്ടുണ്ട്. പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പുമായി ചേർന്ന് 6.5 കിലോമീറ്റർ ദൂരം സൗരോർജ്ജ വേലി സ്ഥാപിക്കും. ഇത് സംരക്ഷിക്കാൻ വനം വകുപ്പും പഞ്ചായത്തും തദ്ദേശവാസികളുമായി ചേർന്ന് സംയുക്ത സമിതി രൂപീകരിക്കുമെന്നും DFO അറിയിച്ചു. കൺസ്യൂമർ ഫെഡ് എംപ്ലോയീസ് അസോസിയേഷൻ INTUC ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. ACC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് കൺസ്യൂമർ ഫെഡറേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല മാനേജ്മെന്റും അതുപോലെ തന്നെ ജീവനക്കാരും ഒരുമിച്ച് കേരളത്തിലെ ഉപഭോക്തൃ മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവന നൽകാൻ കൺസ്യൂമർ ഫെഡറേഷന് കഴിയണം. ലോകത്തിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ സംരംഭം എന്ന് പറയുന്നത് കൺസ്യൂമർ രംഗത്താണ്. ലോകത്തിൽ ആദ്യമായി സഹകരണ പ്രസ്ഥാനം ഉണ്ടായത് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ്. ആദ്യത്തെ സഹകരണ സ്ഥാപനം കൺസ്യൂമർ സ്ഥാപനമാണ്. ആളുകൾക്ക് ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി യുദ്ധാനന്തരം ഉണ്ടായിരുന്ന വലിയ വിലക്കയറ്റത്തിൽ സാധാരണ ജനങ്ങൾക്ക് സാധനങ്ങൾ ലഭ്യമല്ലാത്ത ഒരു ക്രൈസിസിലാണ് ഒരു സഹകരണ പ്രസ്ഥാനത്തെ പറ്റി ലോകത്തിൽ ആദ്യമായി ആലോചിച്ചു തുടങ്ങിയത്. അങ്ങനെ കൺസ്യൂമർ സ്ഥാപനങ്ങൾക്ക് സഹകരണ മേഖലയിൽ വലിയൊരു പാരമ്പര്യമുണ്ട്. അതേ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് കേരള ജനതയ്ക്ക് വിലപ്പെട്ട സംഭാവന നൽകാൻ കൺസ്യൂമർ ഫെഡറേഷന് കഴിയണം. കൺസ്യൂമർ ഫെഡറേഷൻ ഡയറക്ടർ ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തോമസ് മൈക്കിളിന് യോഗത്തിൽ വെച്ച സ്വീകരണവും നൽകി. സംസ്ഥാന സെക്രട്ടറി ബിജു കെ വർഗീസ്, ജില്ലാ സെക്രട്ടറി സജി ഉമ്മൻ, അനിൽ വിശ്വംഭരൻ, പ്രദീപ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. JCI കട്ടപ്പന ടൗണിന്റെ ഈ വർഷത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തനോദ്ഘാടനവും ഫെബ്രുവരി 1-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. JCI ഇന്ത്യ സോൺ പ്രസിഡന്റ് അരുൺ സി ജോസ് മുഖ്യാതിഥിയായിരിക്കും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ആദർശ് കുര്യൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന യോഗത്തിൽ 2024 വർഷത്തെ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും നടക്കും. 2024 ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തനോദ്ഘാടനവും ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. JC ആദർശ് കുര്യൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന യോഗത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും മുഖ്യപ്രഭാഷണവും JCI ഇന്ത്യ സോൺ 20യുടെ പ്രസിഡന്റ് JFP അരുൺ സി തോമസ് നിർവഹിക്കുന്നു. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂലം ഡയാലിസിസിന് വിധേയമാകുന്ന നിർധനരായ 250 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുമായി സഹകരിച്ച ശുദ്ധി എന്ന പേരിൽ ആവശ്യമായ ചികിത്സാ ധനസഹായം നൽകുന്നതിന് കഴിഞ്ഞ വർഷം തന്നെ കട്ടപ്പന JCI തീരുമാനിച്ചിട്ടുണ്ട്. ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ വെച്ച് നടക്കും. 2024 കട്ടപ്പന ടൗൺ JCIയുടെ
പ്രവർത്തനങ്ങൾ നമ്മൾ ടൂറിസം മേഖലയിലും ആരോഗ്യ മേഖലയും പൊതുമേഖലകളിലും ഉൾക്കൊള്ളിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ വരിക. ഇതോടൊപ്പം ഫെബ്രുവരി 1 തീയതി തന്നെ 250 പേർക്ക് ഡയാലിസിസിന് വേണ്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം, ശുദ്ധി എന്നൊരു പ്രൊജക്റ്റ്, കട്ടപ്പന ടൗൺ JCIയുടെ ശുദ്ധി പ്രൊജക്റ്റിൻ്റെ ഇനാഗ്രേഷനും കട്ടപ്പന സെൻറ് ജോൺസിൽ വെച്ച് ഫെബ്രുവരി 1 തീയതി തന്നെ നടത്തുന്നതാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും കട്ടപ്പനയിലെത്തുന്ന സഞ്ചാരികൾക്ക് കട്ടപ്പനയുടെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കുന്നതിനും വിവിധ ടൂറിസം ലൊക്കേഷനുകൾ പരിചയപ്പെടുത്തുന്നതിനുമായി കട്ടപ്പന കേന്ദ്രീകരിച്ചുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളും അവിടേക്കുള്ള സഞ്ചാര ദൂരവും അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം കാഞ്ചിയാർ അഞ്ചുരുളിയിൽ നടക്കും. വിവിധ സ്ഥലത്ത് നിന്നും കട്ടപ്പനയിൽ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് അവർക്ക് ഇതിൻ്റെ കട്ടപ്പനയുടെ പരിസര പ്രദേശങ്ങളിൽ ഉള്ള ടൂറിസം ലൊക്കേഷനുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അവർക്ക് വളരെ സംശയങ്ങളൊന്നുമില്ലാതെ തന്നെ അവിടേക്ക് ആ ലൊക്കേഷനുകളിലേക്ക് എത്തിച്ചേരുന്നതിനും ഓരോ ലൊക്കേഷനിൽ നിന്നും അതിൻ്റെ അടുത്തുള്ള ലൊക്കേഷനുകളിലേക്ക് അല്ലെങ്കിൽ ടൂറിസം സ്പോട്ടുകളിലേക്ക് വിനോദസഞ്ചാരികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സഞ്ചാരികൾ നാടറിയട്ടെ എന്ന പേരിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജോജോ ജോസഫ്, ആദർശ് കുര്യൻ, അമൽ ജോളി, സെബാസ്റ്റ്യൻ, സോണി കറുകപ്പള്ളി, അനന്തു പി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. അനധികൃതമായി മണ്ണ് മാറ്റുന്നതിന് ഉപയോഗിച്ച ലോറിയും ഹിറ്റാച്ചിയും വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വണ്ടിപ്പെരിയാർ മൗണ്ടിൽ നിന്നും പിടികൂടിയ വാഹനങ്ങൾ ജിയോളജി വകുപ്പിന് കൈമാറി. അനധികൃതമായി മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഇതിൽ യാതൊരുവിധ രേഖകളുമില്ലാതെ വീട് പണിക്ക് ആവശ്യമായ മണ്ണെടുക്കുന്നതിനിടയിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. മണ്ണെടുക്കുന്നതിനായി ഉപയോഗിച്ച ഹിറ്റാച്ചി, മണ്ണ് നീക്കം ചെയ്യാൻ ഉപയോഗിച്ച ലോറി എന്നിവയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വാഹനങ്ങൾ ജിയോളജി വകുപ്പിന് കൈമാറി. രാത്രികാലങ്ങളിൽ വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലകളിൽ അനധികൃതമായി മണ്ണ് മാറ്റുന്നതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും പതിവായ സാഹചര്യത്തിലാണ് പരിശോധന നടത്തിയത്. ചക്കുവള്ള മണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തിയാക്കിയ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിച്ചൻ നീറണാക്കുന്നേൽ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. 2 ബാച്ചുകളിലെ 88 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികളിൽ പൗരബോധം, സമത്വബോധം, സാമൂഹിക പ്രതിബദ്ധത എന്നീ മഹത്തായ മൂല്യങ്ങൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തീകരിച്ച 2021-23, 2022-24 ബാച്ചുകളിലെ 88 SPC കുട്ടികളുടെ പരേഡാണ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത്. പതാക ഉയർത്തലിനു ശേഷം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിച്ചൻ നീറണാകുന്നേൽ പരേഡിൽ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. രണ്ടാം പ്ലട്ടൂൺ കുമാരി ആര്യ അനിൽകുമാർ നയിക്കുന്ന 2ാം പ്ലട്ടൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. മാസ്റ്റർ കദർ S നയിക്കുന്ന 3ാം പ്ലട്ടൂണിൽ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുകൊണ്ടിരിക്കുന്നു. ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VJ രാജപ്പൻ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ്, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു PT, ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി കുഴിക്കാട്ട്, വണ്ടൻമേട് പോലീസ് ഇൻസ്പെക്ടർ അരുൺ നാരായണൻ, പരിശീലകരായ തോമസ് CG, രേവതി AR, അനീഷ് കുമാർ S, സ്കൂൾ ഹെഡ്മാസ്റ്റർ C രാജശേഖരൻ, പ്രിൻസിപ്പൽ ഡോക്ടർ അജിതകുമാരി, PTA പ്രസിഡന്റ് ടിൻസി ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലനകാലത്തും പരേഡിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്കും പരിശീലകർക്കും പഠനരംഗത്ത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ കൈമാറി. ഇതോടൊപ്പം ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കും ആദരവ് നൽകി. വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന കൊടിതോരണങ്ങൾ കോടതി ഉത്തരവനുസരിച്ച് മാറ്റാൻ നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായുള്ള സർവകക്ഷി യോഗം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. ദേശീയപാതയോരത്തെ ഫ്ലെക്സ് ബോർഡുകൾ, പരസ്യ ബോർഡുകൾ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങൾ എന്നിവ നീക്കം ചെയ്ത് എല്ലാ മാസവും 5-ാം തീയതിയാകുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന പഞ്ചായത്ത് ഓഫീസിന് ലഭിച്ച ഉത്തരവിൻ പ്രകാരമാണ് വണ്ടിപ്പെരിയാറിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് 11ഓളം കൊടികൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് നീക്കം ചെയ്യും. കൂടാതെ രാഷ്ട്രീയ കക്ഷികളുടെ പരിപാടികൾക്ക് 3 ദിവസം മുൻപ് മാത്രം കൊടിതോരണങ്ങൾ സ്ഥാപിക്കുകയും പരിപാടി കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നീക്കം ചെയ്യുകയും ചെയ്യണം. ഇതോടൊപ്പം പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ പിഴ ഈടാക്കിക്കൊണ്ടുള്ള നടപടി ഉണ്ടാകും. ഇതിനാവശ്യമായ ക്യാമറകൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗണിൽ സ്ഥാപിക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കളക്ട് ചെയ്യുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഊർജിതമാക്കാനും യോഗം തീരുമാനിച്ചു.
വണ്ടിപ്പെരിയാർ ടൗൺ മുതൽ വാളാടി വരെയുള്ള ഭാഗത്തെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും തീരുമാനമായി. ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് നൽകും. സർവകക്ഷി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ അധ്യക്ഷയായിരുന്നു. 2 അജണ്ടകളായിരുന്നു നമ്മൾ മുമ്പോട്ട് വെച്ചിരുന്നത്. ഒന്ന്, പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് മുൻപിലും ദേശീയപാതയുടെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഭാഗത്തുമുള്ള കൊടിതോരണങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും 2, മാലിന്യ പരിപാലനം ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം തേടുക. ഇത് രണ്ടുമായിരുന്നു അജണ്ടകൾ. അതിൽ ആദ്യത്തേത് ദേശീയപാതയോര ഭാഗത്ത് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലുള്ള കൊടിതോരണങ്ങൾ മാറ്റുന്നതിന് എല്ലാ മാസവും ഈ മാസം 4-ാം തീയതിക്ക് മുമ്പ് നമ്മളത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സമ്മതിച്ചിട്ടുണ്ട് മാറ്റാമെന്ന്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ കോടതി ഉത്തരവ് മുഖാന്തരം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ കൈമാറി കോടതിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടും അത് വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് എല്ലാവരും അവരുടെ സഹകരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിലിലെ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ട വഴികൾ 3.5 മാസം കഴിഞ്ഞിട്ടും പുനർനിർമ്മിച്ചില്ലെന്ന് പരാതി. ഇതോടെ പരപ്പ് ആലടി റോഡിന്റെ 1 കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെട്ടതോടെ 3.5 മാസമായി പരപ്പ് മുതൽ ആലടി വരെയുള്ള റോഡിന്റെ 1 കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. നെല്ലൻകുഴിയിൽ ബീന രാജൻ, തയ്യിൽ ജോസഫ് കുര്യൻ, കപ്രായിൽ ഷോയി, വരയാത്ത് വിജി, മോഹനൻ, വെട്ടുകുഴിയിൽ ആലിച്ചൻ, പുത്തൻപുരയ്ക്കൽ മാത്യു, വട്ടപ്പറമ്പിൽ തോമസ് തുടങ്ങിയവരുടെ വീട്ടിലേക്ക് കയറാനുള്ള വഴിയാണ് പൊളിച്ചിട്ടത്. ഇതിൽ പലരുടെയും വീട്ടിലേക്ക് കയറാനുള്ള വഴികളുടെ പാതി പണികൾ മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. റോഡിന് വീതി കൂട്ടാൻ ഒക്ടോബർ ആദ്യവാരം JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയപ്പോഴാണ് വീടുകളിലേക്കുള്ള വഴികൾ നഷ്ടമായത്. 15 ദിവസത്തിനുള്ളിൽ സംരക്ഷണ ഭിത്തി കെട്ടി വഴി പുനർനിർമ്മിക്കുമെന്നായിരുന്നു കരാറുകാരന്റെ ഉറപ്പ്. എന്നാൽ 1 മാസം കഴിഞ്ഞിട്ട് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കിഫ്ബിയുടെ തൊടുപുഴയിലെ മേഖലാ ഓഫീസിൽ നേരിട്ടും ഫോണിലൂടെയും ബന്ധപ്പെട്ട് പരാതി നൽകി. സ്ഥലം പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതല്ലാതെ നടപടി ഉണ്ടായില്ല. തുടർന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ 2 തവണ സ്ഥലം സന്ദർശിച്ചു. എന്നാൽ AE നൽകിയ നിർദ്ദേശം പാലിക്കാൻ കരാറുകാർ തയ്യാറായില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വഴിയില്ല. ഞാനിപ്പോൾ അയൽക്കത്തെ പറമ്പിൽ കൂടെയാണോ നടക്കുന്നത്. അവരെപ്പോഴാണ് ഉറക്കുന്നത് പറയാനൊക്കെ. എത്രയും പെട്ടെന്ന് എനിക്ക് തീർന്നു കിട്ടണം. അതിനിടെ പരാതി നൽകിയ വീട്ടുകാരിൽ ചിലരെ കരാറുകാരന്റെ സൂപ്പർവൈസർമാർ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്തതായും പരാതിയുണ്ട്. ഇക്കാര്യത്തിലും നടപടി സ്വീകരിക്കാൻ കിഫ്ബി ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. അതിനിടെ 40 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് കഴിഞ്ഞ ദിവസം മുറിച്ചു മാറ്റി. ഇതോടെ നാട്ടുകാരുടെ കുടിവെള്ളവും പ്രതിസന്ധിയിലായി. വീട്ടിലേക്ക് കയറാനുള്ള വഴികൾ പൂർത്തിയാക്കുകയോ അതല്ലെങ്കിൽ പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന കൽക്കെട്ട് പൊളിച്ചു മാറ്റുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധിക്കാനും വിവിധ മന്ത്രിമാർക്കും കളക്ടർക്കും പരാതി നൽകാനുമാണ് നാട്ടുകാരുടെ തീരുമാനം. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ മുരിക്കാശ്ശേരിയിലുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ അവഗണനയുടെയും തകർച്ചയുടെയും വക്കിൽ. മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയ ഇവിടം അധികൃതർ ശ്രദ്ധ ചെലുത്തി വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗപ്രദമാക്കണമെന്ന് നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 1.25 കോടി രൂപ മുടക്കി 2006 ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ. ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിനായി 16 സെന്റ് ഭൂമി പഞ്ചായത്ത് വിട്ടു നൽകിയിരുന്നു. 2006 മുതൽ മുരിക്കാശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാ പരിപാടികളും ഇവിടെ വെച്ചാണ് നടത്തിയിരുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലിരുന്നപ്പോൾ ലയൺസ് ക്ലബിന് കെട്ടിടത്തിന് സംരക്ഷണ ചുമതല കരാറടിസ്ഥാനത്തിൽ നൽകി. പിന്നീട് 2010-15 കാലത്തെ UDF ഭരണസമിതി ജില്ലാ പഞ്ചായത്തിൽ നിന്നും ടൗൺ ഹാൾ ഏറ്റെടുത്തു. എന്നാൽ മാറി മാറി വന്ന ഭരണസമിതികൾ കെട്ടിടം സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. നിലവിൽ ഇവിടം മദ്യപാന്മാരുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമാണ്. കൂടാതെ പഞ്ചായത്ത് കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങളും ഈ കെട്ടിടത്തിനുള്ളിലാണ് നിക്ഷേപിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള കിണർ, മോട്ടോർ, വാട്ടർ ടാങ്ക്, ഉച്ചഭാഷിണി, സീറ്റുകൾ, കസേരകൾ എല്ലാം ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി പണിതിരിക്കുന്ന സർക്കാരിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് പണിതിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഹാൾ നശിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത്. ഒന്നെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ഹാൾ ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിക്കുകയോ ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റോ ഏതെങ്കിലും
നല്ല പദ്ധതികൾ ഇവിടെ കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കുകയും ചെയ്യണം. ഈ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊടുങ്കാര്യസ്ഥയുടെയും പിടിപ്പുകേടിൻ്റെയും ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറയാം. നിരവധിയായ അഴിമതികൾ നടക്കുന്നതോടൊപ്പം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥകളുണ്ടാവുന്നു. ഗ്രാമപഞ്ചായത്തിന് ഇത് സംരക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുക്കണമെന്നും നിലവിൽ ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യം നീക്കം ചെയ്യണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പഞ്ചായത്ത് പ്രശ്നം കൈകാര്യം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ ജനരോക്ഷം ഇരമ്പുകയാണ്. 31 വർഷത്തെ സർവീസിൽ നിന്നും വിരമിക്കുന്ന കട്ടപ്പന പോലീസ് സബ് ഇൻസ്പെക്ടർ മോനിച്ചൻ എംപിക്ക് യാത്രയയപ്പ് നൽകി. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി KR ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു. ജനുവരി മാസം 31-നാണ് കട്ടപ്പന പോലീസ് സബ് ഇൻസ്പെക്ടർ മോനിച്ചൻ എംപി തന്റെ ഔദ്യോഗിക ജോലിയിൽ നിന്നും വിരമിക്കുന്നത്. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി KR ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അയാളുടെ എങ്ങനെയാണ്, അയാൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്രകാരം നോക്കുകയാണെങ്കിൽ മോനിച്ചൻ്റെ ജീവിതം വളരെ അച്ചടക്കപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും. നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമുക്ക് തന്നെ പ്രയോജനപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു അർത്ഥമില്ല. നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനമാണ്, നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നതിലുപരി നമ്മൾ ജോലി ചെയ്യുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയാണ്. ആ കുടുംബത്തിന് നമ്മുടെ സർവീസ് കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്നുള്ളത് റിട്ടയർമെന്റ് സമയത്ത് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഒന്ന് ഓഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. കട്ടപ്പന SHO TC മുരുകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി മധുബാബു, പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ, സബ് ഇൻസ്പെക്ടർ എബി ജോർജ് എന്നിവർ ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിനോടനുബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവിധ കലാപരിപാടികളും നടന്നു. സബ് ഇൻസ്പെക്ടർമാരായ സുലേഖ S, മനോജ് CD, ജോസഫ് KV, സിബി തോമസ്, റിട്ടയർഡ് SI ജീനാമ MM, സനൽകുമാർ H, അനീഷ് കുമാർ, ജിപ്സി റോസ്, ഷിബു PS, മനു PP തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർ മോനിച്ചൻ MP മറുപടി പ്രസംഗവും നടത്തി. ഞാൻ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സഹപ്രവർത്തകരും നല്ല ബന്ധപ്പെടുത്തുന്നതിനും അതിനെ നിലനിർത്തുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ വരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരായി എന്റെ ഭാഗത്തുനിന്നും യാതൊരു പ്രവർത്തനങ്ങളും ഞാൻ അറിയാൻ പറ്റുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. നാളെയും അതിന് ഒരു യാതൊരു വീഴ്ചയുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുകൂടി ഞാൻ ഈ സമയം ഉറപ്പു നൽകുന്നു. നിരവധി സഹപ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. തങ്കമണി സെന്റ് തോമസ് ഫൊറോണ ദേവാലയത്തിൽ മാർ തോമസ് ലീഹായുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ സമാപിച്ചു. ഇടവക വികാരി ഫാദർ ജോസ് മാറാട്ടിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. തങ്കമണി സെന്റ് തോമസ് ഫെറോന ദേവാലയത്തിൽ 3 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന മാർ തോമസ് ലീഹായുടെയും വിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് സമാപിച്ചത്. ഫാദർ ജിജോ വെണ്ണായപ്പള്ളിൽ ആഘോഷപൂർവമായ സുറിയാനി കുർബാനയ്ക്കും ഫാദർ മാത്യു മണ്ണട MCBS റാസകുർബാനയ്ക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മറ്റു തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് തേനമാക്കൽ, ഫാദർ മാത്യു മേക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇടവക വികാരി ഫാദർ ജോസ് മാറാട്ടിൽ, സഹവികാരി ഫാദർ ജോൺ തൊണ്ണമ്മാക്കൽ, കൈക്കാരന്മാരായ ബിജു കാലാപ്പറമ്പിൽ, ജോയിച്ചൻ മടത്തിനകത്ത്, ബിനോയ് പുത്തൻപുരിക്കൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950.
കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ട്രാവൽ ആൻഡ് ടൂറിസം ഫെസ്റ്റിനൊരുങ്ങി ഉപ്പുതറ പാഞ്ചാലിമല. വാഗമൺ മലനിരകളോടൊപ്പം ഉയർന്നു സ്ഥിതി ചെയ്യുന്ന പാഞ്ചാലിമലയിലെ ആസ്വാദ്യകരമായ കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ടൂറിസം ഫെസ്റ്റിലൂടെ അറിയപ്പെടുന്ന പ്രധാന ട്രക്കിംഗ് പോയിന്റായി ഇവിടെ മാറുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറയുടെ തിലകക്കുറിയായി സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് പാഞ്ചാലിമല. വളകൂടിന് സമീപം മത്തായിപ്പാറയിലാണ് പാഞ്ചാലിമലയിലേക്കുള്ള കവാടം. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ട്രാവൽ ആൻഡ് ടൂറിസം ഫെസ്റ്റിനായി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് ഇവിടം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഒരൽപ്പം ഓഫ് റോഡ് വഴി യാത്ര ചെയ്താൽ കുന്നിൻ മലയിലേക്ക് കയറാം. ഒരൽപ്പം സാഹസികത നിറഞ്ഞ ട്രക്കിംഗ് അനുഭവമാണ് പാഞ്ചാലിമലയിലേക്കുള്ള യാത്ര സമ്മാനിക്കുന്നത്. പാഞ്ചാലിമലയുടെ മുകൾ തട്ടിലെത്തിയാൽ പിന്നെ വിശാലമായ കാഴ്ച. നോക്കത്ത ദൂരം നീണ്ടുകിടക്കുന്ന താഴ്വാരങ്ങളുടെ കാഴ്ചകൾ ഏതൊരു വിനോദസഞ്ചാരിയുടെയും മനം കവരും. വാഗമൺ മലനിരകൾക്കൊപ്പം ഉയരമുള്ള പർവ്വതമാണ് പാഞ്ചാലിമല. അതുകൊണ്ട് തന്നെ നട്ടുച്ച സമയത്തും തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ. ആകാശം തൊട്ടു നിൽക്കുന്ന വാഗമൺ മലനിരകൾ, മനോഹര കാഴ്ചയൊരുക്കുന്ന തേയിലത്തോട്ടങ്ങൾ, വർണ്ണാഭമായ സൂര്യാസ്തമയ കാഴ്ച സമ്മാനിക്കുന്ന പുളിങ്കട്ട 7-ാം നമ്പർ, മേമാരി ആദിവാസി ഭൂപ്രദേശങ്ങൾ, ഇടുക്കി ജലാശയ കാഴ്ചകൾ തുടങ്ങി ഒട്ടനവധി കാഴ്ചകളാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ടൂറിസം ഫെസ്റ്റിനോടനുബന്ധിച്ച് നിരവധിയായ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ പ്രാഥമിക ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ. ഒപ്പം പാഞ്ചാലിമലയിൽ അഡ്വഞ്ചർ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ആലോചനയിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരും. അഡ്വഞ്ചർ ടൂറിസത്തിനടക്കം വിവിധങ്ങളായ സാധ്യതകൾ നിലനിൽക്കുന്ന ഭൂപ്രദേശമാണിവിടം. വരും നാളുകൾ വാഗമണിനൊപ്പം അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി പാഞ്ചാലിമല മാറുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്കാലയില വിവരം. ആകലോട്ട 266, വിൽപ്പനയ്ക്ക് വന്നത് 86,181, വിൽപ്പന നടന്നത് 82,544, കൂടിയ വില 2,191, ശരാശരി വില 1,599. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 550 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,400, കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 950, കൊക്കോ 55, റബ്ബർ 147. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,800 രൂപ, വെള്ളി 76. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂപ്പാറയിൽ അന്യസംസ്ഥാനക്കാരിയായ 14 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികൾക്ക് 90 വർഷം കഠിന തടവ്. ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി കഠിന തടവിന് വിധിച്ചത് പൂപ്പാറ സ്വദേശികളായ സുഗന്ധ്, ശിവകുമാർ, സാമുവൽ എന്നിവർക്ക്. പ്രായപൂർത്തിയാകാത്ത 2 പേരുടെ കേസ് തൊടുപുഴ കോടതിയുടെ പരിഗണനയിൽ. ഇടുക്കി ലോക്സഭാ സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം തള്ളി CPM. സീറ്റ് വിഭജനത്തിൽ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളാണെന്ന് ജില്ലാ സെക്രട്ടറി CB വർഗീസ്. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റിന്റെ ആവശ്യം
അദ്ദേഹത്തിന്റെ അഭിപ്രായമായി അവിടെ നിൽക്കട്ടെ എന്നും ജില്ലാ സെക്രട്ടറി. രാഷ്ട്രീയ നാടകങ്ങൾ തുടർക്കഥയായ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ LDF-ന് ഭരണനഷ്ടം. LDF-ന് പഞ്ചായത്തിൽ ഭരണം നഷ്ടമായത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെ. കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും മൂന്നാർ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് LDF. വർഗീയ ഫാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ AIYF-ന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ആരംഭിച്ച ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ മരണം എങ്ങനെയായിരുന്നു, ആരാളായിരുന്നു എന്ന കാര്യം ബോധപൂർവം മറച്ചുവെക്കാനാണ് ഇന്ന് രാജ്യത്തിന്റെ ഭരണകൂടം ശ്രമിക്കുന്നതെന്നും തീവ്രവാദവും വിദ്വേഷവും പരത്തുന്ന ആളുകളെ അകറ്റി നിർത്താൻ കേരളത്തിലെ യുവ സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ടെന്നും N. അരുൺ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.